പ്രിയപ്പെട്ടവരെ, ദ ട്രൂത്ത് ചാനലിൻ്റെ ജാഗ്രത എന്ന സംപ്രേഷണ പരിപാടിയിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കാശ്മീരിൽ 370-ാം വകുപ്പ് നമ്മൾ റദ്ദ് ചെയ്തു. അത് ഇന്ത്യയുടെ ഒരു ഭാഗമായി എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ മറ്റ് ഭാഗങ്ങളിലുള്ള ജനങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ സൗകര്യങ്ങളും എല്ലാ അവകാശങ്ങളും അവർക്ക് ലഭിക്കുകയായി. അത് മാത്രമല്ല, ധാരാളം ടൂറിസ്റ്റുകൾ ആ നാട്ടിലേക്ക് വരുന്നു. അവിടുത്തെ ജീവിത രീതിയിൽ വലിയ മാറ്റം ഉണ്ടാകുന്നു. കാശ്മീരികൾ ഇന്ത്യയിലേക്ക് വന്ന് പഠിക്കാൻ വരുന്നു, തൊഴിലെടുക്കാൻ വരുന്നു. അവിടുന്ന് പലായനം ചെയ്യേണ്ടി വന്ന കാശ്മീരി പണ്ഡിറ്റുകൾ കുറേശ്ശെയായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു. ജീവിതം കുറച്ചുകൂടെ നോർമലായിട്ട് വരികയാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പാകിസ്ഥാനിലെ ജനറൽ മുനീർ ഒരു പ്രസ്താവന ചെയ്തത്. ആ പ്രസ്താവനയുടെ തുടർച്ചയായിട്ടാണ് ഈ അക്രമം നടന്നത് എന്ന് നമ്മൾ ഒരു സംശയവും വേണ്ട. കാരണം പാക് വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം വളരെ മനസ്താപത്തോടുകൂടി പറയുകയുണ്ടായി, പാകിസ്ഥാനെ എല്ലാ വിദേശ രാജ്യങ്ങളും ഉപയോഗിച്ചു. എങ്ങനെ ഉപയോഗിച്ചു? അവിടുത്തെ തീവ്രവാദ പരിശീലന കേന്ദ്രമായിട്ട് ഉപയോഗിച്ചു. പാകിസ്ഥാനുള്ള അവസരം കൊടുക്കാതെ ഉപയോഗിക്കുകയില്ലോ. അമേരിക്കക്കാരുടെ അവിടുന്ന് സമ്പത്തും സാമ്പത്തിക സഹായവും സാങ്കേതിക സഹായവും ആയുധ സഹായമൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അതിന് പ്രതിഫലമായിട്ട് പാകിസ്ഥാനിലെ ചില പ്രദേശങ്ങൾ തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളായിട്ട് കൊടുത്തു. അത് അവർ തമ്മിൽ ചെയ്തൊരു കാര്യമാണ്. അതിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു സറോഗേറ്റ് മദർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് കുഞ്ഞുങ്ങളുണ്ടാകാതിരിക്കുന്നവർക്ക് ഗർഭപാത്രം വാടകയ്ക്ക് കൊടുക്കുന്നു. ഒരു സ്ത്രീ തൻ്റെ ഗർഭപാത്രം കുഞ്ഞുങ്ങളുണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരു ദമ്പതിമാർക്ക് വാടകയ്ക്ക് കൊടുക്കുകയാണ്. ഒരു 10 മാസത്തെ കണക്കിന് കുഞ്ഞുണ്ടാകുമ്പോൾ കുഞ്ഞിനെയും കൊടുക്കും, അവരതിൻ്റെ പൈസ വാങ്ങിക്കും. ഇതുപോലെ ഒരു സമ്പ്രദായമാണ് പാകിസ്ഥാൻ ചെയ്തത്. ആ പാകിസ്ഥാനിലെ സൗകര്യങ്ങൾ ഇതെല്ലാം ചൈനയ്ക്കോ അമേരിക്കയ്ക്കോ ഇംഗ്ലണ്ടിനോ അതിന് വിദേശ രാജ്യങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ആവശ്യമുള്ളവർ കൊടുത്തിട്ട് അവരിൽ നിന്ന് പ്രതിഫലം വാങ്ങിച്ചേച്ച് ഇപ്പോൾ വിലപിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ആർക്ക് വേണ്ടിയിട്ടും എന്ത് കൂലിത്തല്ല് നടത്താനും തയ്യാറുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അവിടുന്ന് ഭീകരവാദികളെ വിടുകയാണ്. നമുക്കറിയാം, സ്വാതന്ത്ര്യത്തിന് 6-7 നൂറ്റാണ്ടുകളായിട്ട് നിരന്തരമായിട്ട് അതിർത്തികളിൽ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് പാകിസ്ഥാൻ. നമ്മൾ പാകിസ്ഥാനോട് ഒരു പ്രശ്നത്തിന് പോയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പം ഈ 26 പേര് കൊല്ലപ്പെട്ടു, നിഷ്ഠൂരമായിട്ട് വധിക്കപ്പെട്ടു. അതേച്ചൊല്ലി നമുക്ക് ഇന്ത്യയിലുടനീളം എല്ലാ വിഭാഗം ജനങ്ങളും അതിനകത്ത് വലിയ സങ്കടം രേഖപ്പെടുത്തി. മലയാളിയായ ഒരു മിസ്റ്റർ രാമചന്ദ്രനും ജീവൻ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിനെ സംബന്ധിച്ചാൽ പ്രതികരണങ്ങളെന്ന് വളരെ നമ്മളെ അതിശയിപ്പിക്കുന്ന പ്രതികരണങ്ങളാണ്. പ്രതിപക്ഷ പാർട്ടികളാണെങ്കിൽ നമുക്ക് അകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. നമ്മളത് ഇവിടെ പറഞ്ഞു തീർക്കും. നമ്മളും വിദേശ രാജ്യമായിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നത്തിൽ വിദേശ രാജ്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിനെ ചെറുതാക്കി കാണിക്കാനുള്ള ചില ശ്രമങ്ങൾ. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ MA ബേബി, അദ്ദേഹം ജനറൽ സെക്രട്ടറിയാണ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി. അദ്ദേഹം നടത്തിയ ഒരു പരാമർശം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആർട്ടിക്കിൾ 370 ക്യാൻസൽ ചെയ്തുകൊണ്ടുള്ള വിഷമത്തിൽ, ധാർമ്മിക രോഷത്തിൽ നിന്നാണ് കാശ്മീരിൽ ഏതാണ്ട് 26ഓളം അമുസ്ലിങ്ങളെ വെടിവെച്ച് കൊന്നത്. ഒരു മനുഷ്യന് 26 പേര് മരിച്ചു കഴിയുമ്പോൾ മരിച്ചവരോടുള്ള ഒരു അനുശോചനം അല്ലെങ്കിൽ ആ ഒരു സങ്കടം അറിയിക്കുന്നതിന് പകരം അതിനകത്തൊരു മതവും രാഷ്ട്രീയവും കലർത്തുക. ഇസ്ലാമിന് ഇവിടെ ജീവിക്കാൻ പറ്റുകയില്ല, ഇസ്ലാമിന് ഇവിടെ ജീവിക്കാൻ പറ്റുകയില്ലെന്ന് ഇയാളോടാരാണ് പറയുന്നത്? അയാൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്. വലിയ മാറ്റങ്ങൾ രാജ്യത്ത് വരുത്താൻ സഹായിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി. ആ സ്ഥാനമെങ്കിലും ഓർത്തുകൊണ്ട് ഒരു ഇന്ത്യക്കാരനാണെന്നും ഉള്ള ഒരു ചിന്ത വെച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് പകരം അവിടെ ഒരു കൊത്തും കൊടുത്തും വെച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. അതായത് നമ്മളൊരു മനുഷ്യനെ മനുഷ്യനായിട്ട് കണക്ക്. അദ്ദേഹം വലിയൊരു താത്വികാചാര്യനാണ്, സൈദ്ധാന്തികനും, സരിഗമ എന്ന് പറയുന്ന ഒരു വലിയ സാംസ്കാരിക സംഘടന അയാളുടെ കൺവീനർ ചെയർമാനൊക്കെ ആയിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണിത്. മുസ്ലിങ്ങൾക്ക് ഒരു അരക്ഷിതാവസ്ഥ തോന്നി, ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്തതിനുള്ള ധാർമ്മിക രോഷം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള അബദ്ധ പ്രസ്താവനകൾ അത് രാജ്യത്തെ ജനങ്ങളെ എത്രമാത്രം ബുദ്ധിമുട്ടിക്കും എന്ന് ആ മനുഷ്യൻ ഒന്ന് ആലോചിക്കണം. ഒരു മരണം നടന്ന വീട്ടിൽ ചെന്നിട്ട് സൂക്ഷ്മത കുറവുകൊണ്ടാണ് അയാൾ മരിച്ചത് എന്ന് കയറി ചെല്ലുന്ന ആൾ പറഞ്ഞാൽ എത്ര ഒരു കോമഡി ആയിരിക്കും. അങ്ങനെ ചെല്ലുന്ന അവിടെ ചെല്ലുന്നു, അനുഷ്ഠിച്ചു, അഭിവാദനം അർപ്പിച്ച് അല്ലെങ്കിൽ ആ ബന്ധുക്കളോട് അവരോട് നല്ല വാക്ക് പറഞ്ഞ് തിരിഞ്ഞു പോകേണ്ടതിന് പകരം തെങ്ങ കയറി വീണവൻ അല്ലെങ്കിൽ പാമ്പ് കടിച്ചത് സൂക്ഷ്മക്കുറവുകൊണ്ടാണ് വീട്ടിലിരിക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറയുന്ന പോലെയുള്ള ബാലിശമായ പ്രസ്താവന ചെയ്തിട്ട് അദ്ദേഹം ഒരു ദേശീയ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായിട്ട് വിരാജിക്കുകയാണ്. ഇതാണ് നമ്മുടെ വലിയ പ്രശ്നം. അതുപോലെ മറ്റ് പല സംഘടനകളുടെ നേതാക്കൾ
അങ്ങനെയുള്ള പ്രസ്താവനകൾ ചെയ്തു. എല്ലാ ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും നമ്മുടെ ഭരണഘടനയെ അനുവദിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും ഉപയോഗിച്ച് വളർന്നിട്ട് ഇത് പെറ്റതള്ളയുടെ വയറിനിട്ട് തൊഴിക്കുന്നത് പോലെയുള്ളൊരു അപഹാസ്യമായ കാര്യമാണിത്. രാജ്യത്ത് എല്ലാ അവസരങ്ങളും വെച്ച് അത് ആ മനുഷ്യനെ ഇപ്പം പിന്നെ ഈ രാജ്യത്ത് പിന്നെ MP XMP എന്നുള്ളതിൻ്റെ പെൻഷൻ വാങ്ങിക്കുന്നുണ്ട്, എല്ലാ പൗരാവകാശങ്ങളും കിട്ടുന്നുണ്ട്. അപ്പം മാന്യമായിട്ട് സംസാരിക്കുന്നതിന് പകരം ഒരു രാജ്യത്തെയും അതിലെ ജനങ്ങളെ മുഴുവൻ അപഹസിക്കുന്ന രീതിയിലുള്ള സംസാരം, ഇതാണ് ആ വ്യക്തി എന്നുള്ളത്. അതുപോലെ പല ആളുകളുമുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് നമുക്കൊരു വ്യക്തിത്വം വേണം. ഏതെങ്കിലും ഒരു നേതാവിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെയോ ഭാഗമായി പോയി എന്ന് വിചാരിച്ചിട്ട് സ്വന്തം അഭിപ്രായം പണയപ്പെടുത്തുകയും സ്വന്തം രാജ്യത്തെ അപഹസിക്കുകയും ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ മനുഷ്യന് നിരക്കുന്ന പരിപാടിയില്ല. അതെന്നെ ശ്രമിക്കുന്ന മാർക്സിസ്റ്റ് അനുഭാവികൾ അവരൊന്ന് സ്വയം ചോദിച്ചു നോക്കണം. ഞാനും ഈ പാർട്ടിയുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെട്ട എൻ്റെ ജീവിതത്തിൻ്റെ ഏതാണ്ട് ഒരു വലിയ കാലം ഇതിൻ്റെ പുറകെ നടന്നതാണ്, അനുയായിയായിട്ടും മറ്റുമൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് ഒരു പാർട്ടിയാണെങ്കിൽ അതിൻ്റെ അന്തസ്സ് പാലിക്കാൻ കഴിയണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു രാജ്യം പ്രതിസന്ധിയിലാകുമ്പോൾ ആ രാജ്യത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഒരു സാമാന്യമായിട്ട് വിവേകമുള്ളൊരു മനുഷ്യൻ, പരിഷ്കൃതനായ ഒരു മനുഷ്യൻ്റെ കടമ എന്ന് പറയാനായിട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആക്രമണം എന്ന് പറയുന്നത് മനുഷ്യത്വത്തിനെതിരെയാണ്, രാജ്യത്തിനെതിരെയാണ്, ജനാധിപത്യത്തിനും മതേതരത്വത്തിനും നമ്മുടെ ഭരണഘടനയ്ക്കും എതിരാണ്. 140 കോടിയിലേറെ വരുന്ന ജനങ്ങൾക്ക് എതിരായ ഒരു ആക്രമണമാണ് അവിടെ നടന്നത്. അതിൽ നമുക്ക് യാതൊരു ന്യായീകരണമോ നീതീകരണമോ ഇല്ല. അപ്പം നമ്മൾ ചെയ്തത് എന്താണ്? ഏറ്റവും മാന്യമായ രീതിയിൽ പ്രതികരിക്കുക. അവിടെ പട്ടാളമായിട്ട് നമ്മൾ അവിടെ നിർത്തിപ്പോയി ബോംബിടാനോ യുദ്ധം ചെയ്യാനൊന്നും പോയില്ല. നമ്മൾ ചെയ്തത് ഉഭയകക്ഷി സമ്മതപ്രകാരം നമ്മളന്നത്തെ വേൾഡ് ബാങ്കിൻ്റെ മധ്യസ്ഥതയിൽ നമ്മൾ ഒരു നദീജല ഷെയറിങ് അഗ്രിമെൻറ്റ് ഉണ്ടാക്കി. ഇൻഡസ് നദിയിൽ നിന്ന് പാകിസ്ഥാന് ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കുന്നു. ഏതാണ്ട് കണക്ക് പ്രകാരം ആ രാജ്യത്തെ 70% വൈദ്യുതിക്കും ജലസേചനത്തിനും ആവശ്യമായ വെള്ളം ഈ ഇൻഡസ് നദിയിൽ നിന്നാണ് കിട്ടുക. അപ്പോൾ ആ നദിയിലെ വെള്ളം നമ്മൾ തടയാൻ പോകുന്നു എന്ന് പറയുന്നത് കാരണം വെച്ചാൽ നമ്മളെ കൊല്ലാൻ വരുന്ന ഒരാൾ നമ്മൾ കുടിവെള്ളം കൊടുക്കേണ്ട കാര്യമാണ്. നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് സങ്കല്പിച്ച് നോക്കുക. നിങ്ങളൊരു വീട്ടിൽ താമസിക്കുന്നു, 2-3 പേർ അവിടെ വരുന്നു, ഒരാൾ കയറി വന്ന് നിങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെ കൊല്ലുന്നു. അതുകൊണ്ട് നിങ്ങൾ ഗേറ്റ് അടയ്ക്കുന്നു, നമ്മുടെ സുരക്ഷിതത്വം, നമ്മളവിടെ ഗേറ്റ് അടച്ചിട്ട് നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഒരാൾ ഒന്നിച്ച് പറയുകയാണ്, വന്നവരിൽ 3 പേര് വെയിലത്ത് നിൽക്കുക, അവർക്ക് വെള്ളം കൊടുക്കണം, അവർക്ക് ദാഹിക്കുകയില്ലെന്ന് ചോദിക്കുക. എന്തൊരു അപഹാസ്യമാണത്. പാകിസ്ഥാനിലെ ജനങ്ങളുണ്ടല്ലോ, അവിടെ 10-16 കോടി ജനങ്ങളുണ്ട്. അവർക്കറിയാം ഇന്ത്യ രാജ്യം എന്താണ്. ഇന്ത്യ രാജ്യം അവർക്ക് എതിരായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അവിടുത്തെ ജനങ്ങളോട് ചികിത്സയ്ക്ക് വരുന്നു, അവിടുത്തെ ആവശ്യത്തിന് ജനങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷ്യസാധനങ്ങൾ നമ്മളിവിടുന്ന് കൊടുക്കുന്നു, മരുന്ന് കൊടുക്കുന്നു, അവിടെ എന്തെങ്കിലും ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മൾ സഹായം എത്തിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ജനത, ആ ജനതയ്ക്കെതിരായിട്ട് അവരിങ്ങനെയുള്ള മത അടിസ്ഥാനത്തിലുള്ള ഒരു യുദ്ധപ്രഖ്യാപനം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക? നമ്മൾ തിരിച്ചടിച്ചില്ല. നമ്മൾ പറഞ്ഞത് ഇൻഡസ് വാലി റിവർ അഗ്രിമെൻറ്റ് നമ്മൾ റദ്ദാക്കുകയാണ്. നമ്മളെ നശിപ്പിക്കാനായിട്ട് നിൽക്കുന്ന ഒരു ജനതയ്ക്ക് വെള്ളം കൊടുക്കണമെന്ന് നമുക്ക് യാതൊരു കടമയില്ല. അപ്പോൾ ബിലാവൽ ഭൂട്ടോ എന്ന് പറയുന്ന അവിടുത്തെ മുൻ വിദേശകാര്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ അപ്പനെ ഇവർ തൂക്കിക്കൊന്നാണ്. ഇന്ത്യ രാജ്യം അവിടെ ചെന്ന് പല പ്രാവശ്യം അവരോട് പറഞ്ഞ് അദ്ദേഹത്തെ തൂക്കിക്കൊല്ലരുത്, നിങ്ങൾ മറ്റ് ശിക്ഷ ചെയ്യണം പറഞ്ഞു. ഭൂട്ടോയെ തൂക്കിക്കൊന്നു. അതാണ് ആ രാജ്യത്തെ ജനങ്ങളുടെ ഒരു സംസ്കാരവും കാഴ്ചപ്പാടും. ആ തൂക്കിക്കൊന്ന ആളുടെ ഭൂട്ടോയുടെ മകൻ ബിലാവൽ ഭൂട്ടോ ഇപ്പോൾ പറയുകയാണ്, അദ്ദേഹം ഒരു പ്രസ്താവന ചെയ്തിരിക്കുകയാണ്. അടുത്ത ഇടയ്ക്കാണെന്ന് തോന്നുന്നു അദ്ദേഹം വിദേശത്തു നിന്ന് നാട്ടിലേക്ക് എത്താൻ തയ്യാറ്. കാരണം വിദേശത്തിൽ ഒളിവ് കഴിയായിരുന്നു. അയാളുടെ സഹോദരിയാണെന്ന് തോന്നുന്നു ബേനസീർ ഭൂട്ടോ, അവരെയും കൊന്നുകളഞ്ഞതായിരുന്നു. വിമാനാപകടം ഉണ്ടാക്കി കൊന്നുകളഞ്ഞു. അതാണ് ആ രാജ്യത്തിൻ്റെ ഒരു സംസ്കാരം. അപ്പോൾ ആ മനുഷ്യൻ ബിലാവൽ ഭൂട്ടോ പറയുന്നത് എന്താ? ഇൻഡസ് വാലിയിൽ ജലം തടഞ്ഞാൽ, ജലത്തിൻ്റെ ഒഴുക്ക് നിലച്ചാൽ അവിടെ രക്തപ്പുഴ ഒഴുകും എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങളെ അവർ കൊല്ലും, വെടിവെച്ച് കൊല്ലും, അല്ലെങ്കിൽ കഴുത്ത് പൊട്ടിക്കൊല്ലും, രക്തപ്പുഴ ഒഴുകും. അപ്പോൾ ഈ രീതിയിലുള്ള മനോഭാവവും സംസ്കാരവും ഉള്ള ഒരു ജനത, അവരോട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. നമ്മളിവരെ പിന്തുണയ്ക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു വിഭാഗം ആൾക്കാർ, എല്ലാവരുമാണെന്ന് പറയുന്നില്ല, പാകിസ്ഥാൻ്റെ പ്രേമികളുണ്ട്. അവരുടെ 2-3 തലമുറയ്ക്ക് മുമ്പുള്ള ആൾക്കാർ മുത്തച്ഛനുണ്ടായ കാലത്താണ് പാകിസ്ഥാൻ വഹിച്ചത്. അപ്പോൾ ഇതുപോലെ നമുക്കൊരു പരിഹാരമില്ലാത്തതുപോലെ ഒരു വലിയ പ്രശ്നത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മൾ അടുത്ത എപ്പിസോഡിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എന്നെ ശ്രമിച്ച ഏവർക്കും നന്ദി, നമസ്കാരം.